അതെ, എന്തുട്ടാണ് പരിപാടി? ഇനി കുറച്ചു ദിവസം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ. ഇന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കണത്. ഇത് റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഒരു അടയാണ്. ബ്ലഡിന്റെ അക്കൗണ്ട് കിട്ടുന്ന ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ റാഗി. ഇതിന് ഞങ്ങളെ നാട്ടിലെ പുല്ലുപൊടി എന്നും പറയും. നമ്മുടെ ആവശ്യത്തിന് റാഗിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. പൊടി നനയാൻ പാകത്തിന് വെള്ളം വേണം കേട്ടാ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് കൈ പൊള്ളാണ്ട് ശ്രദ്ധിച്ചോളൂ ട്ടാ. നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അവിടേക്കൊന്ന് മാറ്റി വെക്കുക. ഒരു പാത്രത്തില് ശർക്കര പാനിയാവാൻ വേണ്ടി വെക്കാട്ടാ. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കാം. ആ വിൽക്ക് കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് ചെറുപഴം അരിഞ്ഞതും ഇടണം. ഏത് പഴം വേണ്ടെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ട്ടാ. അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും നമ്മളെ ശർക്കര പാനിയാൻ വെച്ചത് പാനിയായിട്ടുണ്ടായിരുന്നു. അത് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടി കുതിരാൻ വേണ്ടിയിട്ടുള്ള ശർക്കര ഒഴിക്കണം കേട്ടാ. എന്നിട്ട് ഒരു സ്പാച്ചുല എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂടുള്ള ശർക്കര ഒഴിച്ചുകൊണ്ട് കൈ കൊണ്ട് ഇളക്കാൻ നിക്കണ്ടാട്ടാ. കൈ പൊള്ളിയിട്ട് കുക്കീസ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്താന്ന് പറയാൻ നിക്കണ്ടാട്ടാ. മിക്സ് ആവുമ്പോഴേക്കും ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വേണം ഒരു ഗീവ് അവേ നടത്താന്. ബൈ ദ ബൈ, ഞാൻ കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മുടെ അവിലും ശർക്കരയും തേങ്ങയും പഴമൊക്കെ നന്നായിട്ടൊന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഒരു വാഴണ്ടല എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള റാഗിപ്പൊടി ഒന്ന് പരത്തി കൊടുക്കാം. ഈ റാഗിപ്പൊടിയുടെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്ത കാരണം ഒരുവിധ ആൾക്കാരൊന്നും ഇത് കഴിക്കില്ല കേട്ടാ. ഇത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ ഉണ്ടാക്കണ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ. ആദ്യം തിന്നപ്പോ ഞാനും കഴിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ തിന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വീട്ടിലൊന്നും ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരത്തി വെച്ച മാവിലേക്ക് നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാട്ടാ. ഈ മിക്സ് ചെയ്ത ഫില്ലിങ്സ് ഞങ്ങൾ പകുതി മൊത്തം കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അവിലും ശർക്കരയും തേങ്ങയൊക്കെ അല്ലാണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ അട ഉണ്ടാക്കുമ്പോ കുറച്ച് അധികം ഫില്ലിങ്സ് അമ്മ എടുത്തു വെക്കാറുണ്ട്. അവിലൊക്കെ ഉള്ളിൽ വെച്ചതിന് ശേഷം പരത്തിയിലൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ അമ്മ എല്ലാതും പരത്തി എടുത്തു. എല്ലാതും പരത്തി മടക്കിയതിന് ശേഷം ആവില് വേവിച്ചെടുത്തു. അത് ആവില് വെച്ചിട്ട് വേവുമ്പോ ഉണ്ടാവുന്ന ഒരു മണമുണ്ട്. നല്ല നെയ്യിന്റെയും വാഴലയുടെയും ഒക്കെ മണം. അതായിട്ട് വന്നേ ഞാൻ ആരായാലും കഴിച്ചു. അപ്പൊ വീട്ടില് 4 മണി പലഹാരമായിട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.